നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ അവയവ മാഫിയ കച്ചവടത്തിൻ്റെ വ്യക്തമായ തെളിവും ചില കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റുകളും ഇന്നിപ്പോൾ പുറം ലോകത്തേക്ക് വ്യക്തമായ തെളിവ് സഹിതം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അതായത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലായ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അവയവ മാഫിയയുടെ ഏറ്റവും പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന കാസർഗോഡുകാരനായിട്ടുള്ള മുഹമ്മദ് നജീബ് എന്ന് പറയുന്ന വ്യക്തി എറണാകുളം ജില്ലയിൽ ആലുവയിൽ ആ ഒരു വ്യക്തി കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവ് സഹിതം പുറം ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലും ഈ മുഹമ്മദ് നജീബ് കല്ലട്രാസ് പ്രൈവറ്റ് മെഡിക്കൽ ടൂറിസം കമ്പനി ഈ കമ്പനിയുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കരാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരൾ രോഗികളെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കമ്മീഷൻ, വൃക്ക രോഗികളെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപ കമ്മീഷൻ, മറ്റ് കിടപ്പ് രോഗികളെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കിടപ്പ് രോഗികൾക്ക് വരുന്ന ബില്ലിൻ്റെ 10% കമ്മീഷൻ. ഇതാണ് കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയ മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് പോലും കൂടെ രേഖാമൂലം പുറത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടികളാണ്, അതായത് 10 ഇരട്ടിയോ അല്ലെങ്കിൽ 20 ഇരട്ടിയോ ആണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള വ്യക്തികളെയും അതുപോലെ തന്നെ അവിടുത്തെ സീനിയർ മോസ്റ്റ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും ED ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആലുവയ്ക്കടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൻ്റെ പ്രതിനിധികളെയും ഇതേ കാരണത്തിൽ തന്നെ ED ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള അവയവ മാഫിയ കൊള്ളകൾ. കാരണം ഓരോ രോഗികൾക്ക് കമ്മീഷൻ വരെ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് കൊടുത്തുകൊണ്ട് അത് വൻ അവയവ മാഫിയയുടെ ഒരു കണ്ണിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ മുഹമ്മദ് നജീബ് എന്ന വ്യക്തിയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കോൺട്രാക്റ്റ് വരെ വെച്ചിരുന്നത്. അതേ സംഭവം തന്നെയാണ് ഈ രാജഗിരി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ രേഖകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. എന്തായാലും ഈ ലേക്ക് ഷോറുമായിട്ടുള്ള കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റിൻ്റെ രേഖ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഈ രീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള, അതിഭീകരമായൊരു കൊള്ള മാഫിയ, ഇത് സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഭീകരമാണ്, എത്ര ദയനീയമാണ്. അതായത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. അവസാനം നമ്മളിൽ നിന്നും അതിഭീമാകാരമായ തുക വസൂലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുചെല്ലുന്ന രോഗീനെ വരെ അവിടെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥകളെ ഇങ്ങനെ അനേക ആളുകൾക്ക് അവസ്ഥ വന്നിട്ടുണ്ട്. എനിക്ക് പോലും കൂടെ എൻ്റെ സ്വന്തം സഹോദരനുണ്ടായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ ചെറിയൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഒരു ശ്വാസകോശ ക്യാൻസർ എന്നാണ് പറഞ്ഞിരുന്നത്. ചെറിയൊരു സംഭവമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷന് കയറ്റിയിട്ട് രാവിലെ 7 മണിക്ക് ഓപ്പറേഷന് കയറ്റിയിട്ട് വൈകിട്ട് 5:30 ആയി കഴിഞ്ഞപ്പോഴാണ് പേഷ്യൻറ്റിനെ പുറത്തേക്ക് തരുന്നത്. പുറത്തേക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സാധനങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നിരുന്നു. കാരണം ഞങ്ങൾ അടുത്ത ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എന്നിട്ട് ആ കാണിച്ചു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കശാപ്പ് ശാലയിലൊക്കെ ചെന്ന് കന്നുകാലികളെ വെട്ടിമുറിച്ചിട്ടേക്കുമ്പോൾ എടുത്തു തരുന്ന ഒരു കൊട്ട നിറയെ തരുന്നത് പോലുള്ള കുറേ സാധനങ്ങളാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് പുറത്തേക്ക് എടുത്തതായിട്ട് ഞങ്ങളെ കാണിച്ചത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇത് ഇത്ര ഗൗരവമുണ്ടെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ചില ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് കണ്ടു, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെടുത്തു എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ശരി, ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഒരു 3 മാസക്കാലം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് മണ്ണിനടിയിൽ വെക്കേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തോല്ല അതിനകത്തൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പല അവയവ മാഫിയയുടെ കണ്ണികൾ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് പോലും നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനായിട്ടുള്ള സംവിധാനവുമില്ല. കാരണം 10 വർഷം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന
ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോടാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പരമാവധി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാളും എല്ലാം ഉപരി ഇനി നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി ആൾ മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുക. അതാണ് അല്പമെങ്കിലും മരണപ്പെട്ടു പോയ വ്യക്തിയോട് മമതയുണ്ട് എങ്കിൽ ചെയ്യേണ്ടത്. പോസ്റ്റ്മോർട്ടം പലർക്കും ഉണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അത് വെട്ടിക്കീറി മുറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യണം. കാരണം ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയാണെങ്കിൽ തന്നെയും മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് വളരെ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഫോറൻസിക് വിദഗ്ധൻ്റെ അടുത്ത് തുറന്നു സമ്മതിക്കുന്ന ഒരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ബോഡി സംസ്കരിക്കാവുള്ളൂ. കാരണം ആ വ്യക്തി എങ്ങനെയാണ് മരണപ്പെട്ടത്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള അവയവങ്ങളോ ആരെങ്കിലുമൊക്കെ തുറന്നെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യണം. അതിനുശേഷം മാത്രം ആ ബോഡി സംസ്കരിക്കാവുള്ളൂ. അത് ഒരിക്കലും ഒരു അപാകതയോ നാണക്കേടോ മാനക്കേടോ ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെ ചെയ്യുക എന്നതിലൂടെയാണ് അതിൻ്റെ സത്യം നമുക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ മരണപ്പെട്ട് പോയ വ്യക്തിയോട് പോലും ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നതിലൂടെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമേ ആ ബോഡി സംസ്കരിക്കാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.